ഈ ഒരാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് നടക്കാൻ പോകുന്നത് യൂണിയൻ ബഡ്ജറ്റ്. ഈ വരുന്ന ഫെബ്രുവരി 1-ാം തീയതി, അതായത് ശനിയാഴ്ചയാണ് യൂണിയൻ ബഡ്ജറ്റ് നടക്കുന്നത്. അപ്പൊ എന്താണ് ഈ യൂണിയൻ ബഡ്ജറ്റിൽ, എന്താണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിലൂടെ ഈ വരാൻ പോകുന്ന ഫിസിക്കൽ ഇയറിന്റെ ഇൻകം, അതായത് ടോട്ടൽ റവന്യൂ എത്രയാണ്, എക്സ്പെൻഡിച്ചർ എത്രയാണ് ചെലവാകുന്നത്, ഇതൊക്കെയാണ് നമുക്ക് ഇതിലും വഴി അറിയാനായിട്ട് സാധിക്കുന്നത്. നോർമലി ഈ ഒരു ബഡ്ജറ്റ് 1.5-2 മണിക്കൂറൊക്കെ നടക്കാറുണ്ട്. എന്നാൽ ഈ ഒരു ബഡ്ജറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവൻ ഇരുന്ന് കാണുക. നമുക്കപ്പം നോക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയും. എന്താണ് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ്? ലെറ്റ്സ് സേ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്തെങ്കിലും കുറവ്, ഇതല്ലേ, റൈറ്റ്? ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം വളരെ എളുപ്പത്തിൽ തന്നെ. അതായത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ടോട്ടൽ ഇൻകം, ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ഒരു 25 ലക്ഷം കോടി രൂപയാണ് എന്ന് വിചാരിക്കുക. എന്നാൽ ഓൾമോസ്റ്റ് ലൈക്ക് എക്സ്പെൻസ്, ഇന്ത്യൻ ഗവൺമെന്റിന് ലൈക്ക് എക്സ്പെൻസ് വന്നത്, ടോട്ടൽ ചെലവാക്കേണ്ടതായിട്ട് വന്നത് ഒരു 40 ലക്ഷം കോടി രൂപയാണ് എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 40 മൈനസ് 25 എന്ന് പറയുമ്പോൾ എത്രയാണ്? 15 ലക്ഷം കോടി രൂപ ഡെഫിസിറ്റ് ആണ്, കുറവാണ്. ഇതിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ഒരു ഇക്വേഷൻ പോലെ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻകം മൈനസ് എക്സ്പെൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ നോർമലി ഇത് കുറവാണെങ്കിൽ, ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറവാണെങ്കിൽ സൂപ്പർ ഗ്രേറ്റ്, കൺട്രി അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന് വേറൊരു സിനാരിയോ ഉണ്ട്, ഫിസിക്കൽ സർപ്ലസ് എന്ന് പറയും. അതായത് ചെലവാക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻകം ഉണ്ട് എന്നാണെങ്കിൽ, ഓക്കെ റൈറ്റ്, ചെലവാക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഫിസിക്കൽ സർപ്ലസ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് നമുക്കൊരു 40 ലക്ഷം കോടി രൂപ ഇൻകം ഉണ്ട്, ചെലവെന്ന് പറയുന്നത് 25 ലക്ഷം കോടി രൂപയാണെങ്കിൽ 15 ലക്ഷം കോടി രൂപ നമ്മൾ എക്സ്ട്രാ ആണ്. ഇതിനെയാണ് നമ്മൾ ഫിസിക്കൽ സർപ്ലസ് എന്ന് പറയുന്നത്. നോർമലി രാജ്യങ്ങളൊന്നും തന്നെ അങ്ങനെ പെട്ടെന്ന് ലൈക്ക് ഒരു ഫിസിക്കൽ സർപ്ലസിലോട്ട് എത്തിച്ചേരാറില്ല. എന്നാൽ 2024 ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ ഡിവിഡൻഡ് സിനാരിയോ ഇറക്കിയപ്പോഴത്തേക്ക് ഇന്ത്യ ഫിസിക്കൽ സർപ്ലസിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും രാജ്യം ഫിസിക്കൽ സർപ്ലസിൽ ഉണ്ടെങ്കിൽ താഴെ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ നമുക്ക് നേരെ തിരിച്ച് ഫിസിക്കൽ ഡെഫിസിറ്റിലോട്ട് പോകാം. ഫിസിക്കൽ ഡെഫിസിറ്റ് നോർമലി മെഷർ ചെയ്യുന്നത് GDPയുടെ പെർസെന്റേജിനാണ്. ഓൾമോസ്റ്റ് ലൈക്ക് ഫിനാൻഷ്യൽ ഇയർ 25 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 4.9% GDP ആണ്. നമ്മൾ GDPയിലെ 4.9% ആണ് ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇൻ കേസ് ഈ ഒരു ബഡ്ജറ്റിൽ അവർ റിവൈസ് ചെയ്തിട്ട് 4.9% മുകളിലാണ് എന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് അത് സ്റ്റോക്ക് മാർക്കറ്റിനെ ഇമ്പാക്ട് ചെയ്യും. അതേസമയം ഈതർ 4.9% ആണ്, അതല്ല 4.9% താഴെയാണെങ്കിൽ അത് സ്റ്റോക്ക് മാർക്കറ്റിനെ നല്ല പോസിറ്റീവായിട്ട് അഫക്ട് ചെയ്യുകയും നല്ലൊരു റാലി തരികയായിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ ഇയർ 2026 ഓൾറെഡി നമുക്ക് തന്നേക്കുന്ന മെഷർ ഓൾമോസ്റ്റ് 4.5% ഓഫ് GDP ആണ് പറഞ്ഞിട്ടുള്ളത് ഫിസിക്കൽ ഡെഫിസിറ്റ്. അപ്പം അതും റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ, അതും റിവൈസ് ചെയ്യുകയാണെങ്കിൽ 4.5% താഴെയാണെങ്കിൽ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ ഇമ്പാക്ട് ചെയ്യും, നല്ലൊരു റാലി കിട്ടുകയും ചെയ്യും. അതേസമയം 4.5% മുകളിലാണെങ്കിലോ അത് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുകയും സ്റ്റോക്ക് മാർക്കറ്റ് നല്ലൊരു ഫോളോ തരാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട് തന്നെ. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് റീസെന്റ് എന്തൊക്കെയോ സംഭവിച്ച് നല്ല രീതിയിൽ, എന്തൊക്കെയോ അല്ല, കുറെ അധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം സംഭവിച്ച് നല്ല രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഫോളോ തന്നിരിക്കുന്ന ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിലല്ല നമ്മൾ റീസെന്റ് മാർക്കറ്റിനെ കാണുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് വർഷങ്ങൾ, ലാസ്റ്റ് ഒരു 4-5 വർഷത്തെ ഫിസിക്കൽ ഡെഫിസിറ്റ് റേറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ 2021 ഭയങ്കര ഒരു റാലി തന്നു പോയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ലൈക്ക് 9.2% വരെ ജമ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. 23-24 ഓൾമോസ്റ്റ് 5.9 എത്തിയിട്ടുണ്ട്. അവിടുന്നാണ് 24-25 4.9 ആയിരിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം 2021 ഒരു 9.2 പോയത് എന്തുകൊണ്ടാണ്? കോവിഡ് കാരണമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് തിരിച്ച് ഓൾമോസ്റ്റ് ലൈക്ക് 4.9 എത്തുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, നമുക്ക് കാണാവുന്നതാണ്. രണ്ടാമത്തേതായിട്ട് ടാക്സേഷൻ ആണ്. എന്നാൽ ടാക്സേഷനോട് ജമ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ വരുന്ന ഫെബ്രുവരി 8-ാം തീയതി കേരളത്തിൽ തന്നെ ഏറ്റവും ബിഗസ്റ്റ് വേൾഡ് സമ്മിറ്റ് ട്രേഡ് ബാങ്ക്സ് അക്കാഡമിയും സംരംഭവും കൂടെ ചേർന്ന് നടത്തുന്നു. ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് പേഴ്സണൽ ഫിനാൻസ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്യുന്നതാണ്. കേരളത്തിൽ തന്നെ പ്രമുഖരായിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ അനലിസ്റ്റുകളും അവിടെ ഉണ്ടായിരിക്കും. ജസ്റ്റ് 249 റുപ്പീസ് മാത്രമാണ് രജിസ്ട്രേഷൻ ഫീസ്. താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, പിന്നും ചെയ്തിട്ടുണ്ട് കമന്റിൽ. ഓടിപ്പോയി രജിസ്റ്റർ ചെയ്യുക ഇപ്പോൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് നേരെ ടാക്സേഷനിലോട്ട് ജമ്പ് ചെയ്യാവുന്നതാണ്. ടാക്സേഷന് പല ആംഗിൾസ് ഉണ്ട്. ഒന്നാമത്തേതായിട്ട് ചിലപ്പോൾ ചേഞ്ച്
ചേഞ്ച് ഇൻ ബേസിക് എക്സെപ്ഷൻ ലിമിറ്റ്സ് ആകാം, രണ്ടാമത്തത് ചേഞ്ച് ഇൻ ടാക്സ് സ്ലാബ്സ് ആകാം, ചിലപ്പോൾ ചേഞ്ച് ഇൻ റിബേറ്റ്സ് ആകാം, ആൻഡ് ഫൈനലി ചേഞ്ച് ഇൻ ഡിഡക്ഷൻസ് ആകാം. ഇതിൽ എന്ത് വേണമെങ്കിലാകാം, എല്ലാം കൂടെ മാറുമെന്ന് നമ്മൾ വിചാരിക്കരുത്. ഫോർ എക്സാമ്പിൾ ചേഞ്ച് ഇൻ എക്സെപ്ഷൻ ലെവൽ ആണ് എന്നുണ്ടെങ്കിൽ, എക്സെപ്ഷൻ ലെവൽ അത്യാവശ്യം കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ ടാക്സസ് കുറച്ചടച്ചാൽ മതി. ടാക്സസ് കുറച്ചടക്കി, ഇപ്പോൾ ടാക്സ് ഇത്രയും അടയ്ക്കണം എന്നതൊക്കെ നമ്മുടെ കൺസേൺ ആണ് അല്ലേ. എന്നാൽ ടാക്സ് കുറച്ചടച്ചാൽ മതി എന്നൊരു സിനാരി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നല്ല സന്തോഷമാകും. അപ്പം ഗവൺമെന്റ് സന്തോഷമാകൂല്ല, സന്തോഷിക്കും. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഗവൺമെന്റിന് കുറച്ച് പൈസ കിട്ടത്തുള്ളൂ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്നാൽ അതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. നമ്മളുടെ കയ്യിൽ ടാക്സ് കുറച്ചടച്ചാൽ മതി എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ എമൗണ്ട് നമ്മുടെ കയ്യിലിരിക്കും. ശരി തന്നെയാണ്. കൂടുതൽ എമൗണ്ട് കയ്യിലിരിക്കുമ്പോഴത്തേക്ക് മജോറിറ്റി ആൾക്കാർ, ഇല്ലെങ്കിൽ നമ്മൾ തന്നെയാണെങ്കിൽ സേവ് ചെയ്യുമോ, ഇൻവെസ്റ്റ് ചെയ്യുമോ, അതോ ചെലവാക്കുമോ? എന്തായിരിക്കും നമ്മൾ ചെയ്യുക? ഡെഫിനറ്റ്ലി കൂടുതൽ ചെലവാക്കും. മജോറിറ്റി ആൾക്കാരും കൂടുതൽ ചെലവാക്കും. അപ്പൊ എന്താ സംഭവിക്കുക? GST, CGST, ആ ടാക്സ് ഈ ടാക്സ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ഗവൺമെന്റിൽ തന്നെ ചെന്നെത്തുന്നുണ്ട്. അപ്പം സ്റ്റിൽ ഗവൺമെന്റ് അവിടെ ഹിഡൻ പാർട്ണർ ആണ്, അല്ലെങ്കിൽ ഹിഡൻ ആയിട്ട് സന്തോഷിക്കുന്നുണ്ട്. നോർമലി ഇത് തന്നെയാണ് പല രാജ്യങ്ങളിലും നടക്കുന്നത്, ടാക്സസ് കുറച്ചിട്ടുള്ള രീതി ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താ, കൂടുതൽ ആൾക്കാർ വരിക, കൂടുതൽ ആൾക്കാർ ബിസിനസ് നടത്തുക. അപ്പം ഒരു രീതിയിലെ മറ്റൊരു രീതിയിൽ അവർ ചെലവാക്കിയിട്ട് അത് പല പല രീതിയിലായിട്ട് അവർക്ക് അവിടെ എത്തിച്ചേരുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ടാക്സ് കുറവുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു രാജ്യത്തിന്റെ പേര് താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക. അടുത്ത നമുക്ക് ടാക്സേഷനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നവർ ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ നോക്കേണ്ടത് എന്തായിരിക്കും? ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനെ പറ്റിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാം STCGയും LTCGയും, LTCG ഓൾമോസ്റ്റ് 12.5%, STCG ഓൾമോസ്റ്റ് 20% ആണ് നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു ബഡ്ജറ്റിൽ ഇതിനകത്ത് ചേഞ്ചസ് ഉണ്ടായിരിക്കില്ല. പക്ഷെ എന്നാൽ കുറയ്ക്കാനായിട്ട് ഒട്ടും തന്നെ ചാൻസ് ഇല്ല, കുറയ്ക്കുകയില്ല. എന്നാൽ കൂടുമെന്ന് വിശ്വസിക്കുന്നില്ല. കൂടിയാൽ ഡെഫിനറ്റ്ലി, കാരണം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? സ്റ്റോക്ക് മാർക്കറ്റിനെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിരിക്കും. ഒരു ഹ്യൂജ് ഫോൾ കാണാൻ സാധിക്കുന്നതുമാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യമാണ് ടാക്സേഷനിൽ കോർപ്പറേറ്റ് ടാക്സേഷൻസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് എന്ന ബേസ് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 25% മുതൽ 30% വരെയാണ് അതിൽ ടാക്സ് വരുന്നത്. എന്നാൽ അത് അവരുടെ ഇൻകം ടേൺ ഓവർ അനുസരിച്ചാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എത്രത്തോളം അത് ചേഞ്ച് ഉണ്ടാവുമെന്ന് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. എങ്ങാനും അതിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതും സ്റ്റോക്ക് മാർക്കറ്റിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിരിക്കും. മൂന്നാമതായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് PLI സ്കീംസ്, അതായത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീംസ്. നോർമലി ഈ ഒരു സ്കീം ബേസിക്കലി വരുന്നത് ഒന്നിൽ മാനുഫാക്ചറിങ് കൂട്ടാനായിട്ട്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കൂട്ടാനായിരിക്കും. അപ്പൊ നമുക്ക് പുറത്തു നിന്നുള്ള സാധനങ്ങളുടെ ബൈ പ്രൊഡക്ട്സിന്റെ ഇങ്ങോട്ടുള്ള പരിപാടിയൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ കുറെ അധികം ആൾക്കാർക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടിയാകാം, എന്തിനു വേണ്ടിയും ആകാം. ഈ ഒരു സ്കീം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്കീം ഏതെങ്കിലും ഒരു സെക്ടറിന് ഇവർ ഓഫർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പൊ ലെറ്റ്സ് സേ ഒരു ഓട്ടോ സെക്ടറിനാണ് ഈ ഒരു PLI സ്കീം ഇവർ ജനറലി അലൗട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഒരു ഫണ്ട് അവിടെ വരികയാണല്ലോ. അപ്പൊ പ്രൊഡക്ഷൻ കോസ്റ്റും മാനുഫാക്ചറിങ് കോസ്റ്റും എല്ലാം നമുക്ക് നല്ല രീതിയിൽ കുറയുകയും ഇവരുടെ ടോട്ടൽ പ്രോഫിറ്റ് ജനറേഷൻ കൂടുകയും ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സെക്ടറിനാണ് ഇവർ ഈ ഒരു PLI സ്കീം ഓഫർ ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കണം ബഡ്ജറ്റിൽ. എന്നിട്ട് അതിൽ നിന്ന് ആ സെക്ടറിൽ നിന്ന് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല രീതിയിൽ സൂപ്പർബായിട്ട് നിൽക്കുന്ന കുറച്ച് സ്റ്റോക്കുകൾ എടുക്കുക. 1-2 സ്റ്റോക്ക് എടുക്കുക, കുറെ എണ്ണം ഒന്നും എടുക്കരുത്. 1-2 സ്റ്റോക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇൻവെസ്റ്റ് ചെയ്യണോ വേണോ വേണ്ടോ എന്നുള്ളത്. ഒരിക്കലും സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സെക്ടർ റെക്കമെൻഡേഷനോ അല്ല. ഇതൊരു മെത്തേഡാണ് ഈ ഒരു ബഡ്ജറ്റിൽ നമ്മൾ ഇതെങ്ങനെ ഫേസ് ചെയ്യണമെന്നുള്ളത്. ആൻഡ് ഫൈനലി GSTയെ പറ്റിയും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. ആൻഡ് ഫൈനലി GST ഈ ഒരു യൂണിയൻ ബഡ്ജറ്റിലല്ല ഡിസ്കസ് ചെയ്യുന്നത്. GSTയുടെ ഒരു കൗൺസിൽ മീറ്റിംഗ് ഉണ്ട്, ഇതിലാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. നോർമലി നമുക്കറിയാം ഇപ്പം പോപ്കോണിന്റെ കാര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ചെറിയ ചെറിയ പ്രൊഡക്ട്സിൽ കുറെ അധികം GST വന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. നിർമ്മല സീതാരാമന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കുറെ അധികം പോസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. അതായത് ഇതൊക്കെ ഈ ഒരു GST ഇൻക്രീസ് ചെയ്തു എന്നൊക്കെ വരുന്നത് നോർമൽ പ്രസ് മീറ്റിലൂടെ ഒക്കെയാണ് വരുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ബഡ്ജറ്റിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക, ഡൗട്ട്സ് ചോദിക്കുക. നമ്മുടെ ടീം തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. See you there in next video.